ഒരു കാലത്ത് അണ്ണനും തമ്പിയുമായിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ വലിയ സംഘർഷത്തിലാണ്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ 58 സൈനികരെ കൊലപ്പെടുത്തിയതായി ഇന്നലെ അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുമ്പോൾ തിരിച്ച് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന 200 പേരെ കൊലപ്പെടുത്തിയതെന്നാണ്. ഈ സംഘർഷം എന്തുകൊണ്ടായിരിക്കും ഇത്രയും മൂർച്ഛിക്കുന്നത്? അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ പാകിസ്ഥാൻ മിലിറ്ററിയുടെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും സൗദി അറേബ്യയുടെയും സൃഷ്ടിയാണ് താലിബാൻ. താലിബാൻ കുറേ കാലം അമേരിക്കയെ നിലനിൽക്കാൻ സഹായിച്ച സാധനമാണ്. ഒന്ന് ഇവർക്കെതിരെയുള്ള പോരാട്ടം, റഷ്യക്കെതിരെയുള്ള പോരാട്ടം. രണ്ടാമത്തെ കാര്യം ഈ പറയുന്നത് പോലെ തന്നെ ഈ സോവിയറ്റ് റഷ്യയെ തോൽപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം അവർ ഈ ഒരു ശത്രുവിനെ ഉയർത്തി കാണിക്കാണ്ടായിരുന്നു അമേരിക്ക. പിന്നെ IS ആയി മാറിയത്. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ശത്രുക്കളുണ്ട്, ഒരു സമയത്ത് ഇവരായിരുന്നു. അപ്പോൾ അന്ന് അവർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രുവായിരുന്നു. അന്ന് അവന്മാർ ഒരു തരം കാടന്മാരായിരുന്നു. കാടന്മാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് അവർ കുറച്ചും കൂടി രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അവരെ യൂസ് ചെയ്യുക എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അല്ലെങ്കിൽ മുമ്പത്തെ പോലെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാകിസ്ഥാന് പറ്റുന്നില്ല. പിന്നെ ഇവരുടെ ഒരു പാകിസ്ഥാൻ താലിബാനുണ്ട്. അത് പാകിസ്ഥാന് ഭയങ്കര തലവേദന. അവർക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ ഇവർക്ക് കൊള്ളും. പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, തമിഴ് പുലികളെ സൃഷ്ടിച്ച ഇന്ദിരാഗാന്ധിയാണ്. അവസാനം ഇന്ദിരാഗാന്ധിയെ തന്നെ തമിഴ് പുലികൾ വേട്ടയാടുന്ന അവസ്ഥ, ഇന്ദിരാഗാന്ധിയുടെ മകനെ കൊന്നു. ഇതെപ്പോഴും അങ്ങനെയാണ്. ഇത്തരം സംഘടനകളൊന്നും അത് സൃഷ്ടിച്ച ആളുകളുടെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് താലിബാനെ ചർച്ച നടത്താൻ വാജ്പേയിയുടെ കാലത്ത് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ താലിബാൻ എന്ന് വെച്ചാൽ അമേരിക്കയുടെ സൃഷ്ടിയാണ്. ഡയറക്റ്റ്ലി അമേരിക്ക ഖത്തറിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് സാധനമാണ്. പിന്നെ അതുപോലെ അന്നുള്ളതുപോലെ അവർക്ക് ഇന്ത്യയുടെ അത്രത്തോളം ഹോസ്റ്റിലിറ്റി ഇന്നില്ല. ഈ അമേരിക്കൻ ബന്ധം സൂചിപ്പിച്ചപ്പോഴാണ് ട്രംപ് അവിടുത്തെ ഒരു എയർബേസ് ചോദിക്കുകയും അത് നൽകില്ലെന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറയുകയും ചെയ്തത്. അപ്പോൾ അവർ തമ്മിൽ തന്നെ ഇപ്പോൾ തെറ്റിയിട്ടുണ്ടോ? അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ? കാരണം എന്താ വെച്ചാൽ വൺസ് ഇവരൊന്നും സുഹൃത്തുക്കളല്ലേ, ശത്രുക്കളല്ല, പരസ്പര ശത്രുക്കളാണ്. താലിബാൻ ആ സമയത്ത് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് വേണ്ടിയിരുന്നു. അമേരിക്കക്കാണ് താൽക്കാലിക പിന്തുണയാണ്. ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം നാളെ തെറ്റാണ്. അല്ല, രാഷ്ട്രീയത്തിൽ പെർമനന്റ് ആയിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളൊന്നും ഇല്ല. അത് മാറിക്കൊണ്ടേയിരിക്കും. അതാത് സമയത്ത് നമുക്ക് ഗുണകരമായ ബന്ധങ്ങൾ ഏർപ്പെടാന്നുള്ളത്. അതായത് ഡിവോഴ്സ് ചെയ്യുക, ഡിവോഴ്സ് ചെയ്യുക. ഇത് മാത്രമേ രാഷ്ട്രീയത്തിലുള്ള. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെ പോലെ കെട്ടിയിട്ട് ആയുഷ്കാലം കൊണ്ടെടുക്കുന്ന പരിപാടിയൊന്നും കല്യാണത്തില്ല. ജമ്മൻ്റെ ആളുകളെ പോലെ ആവശ്യത്തിന് കിട്ടുക, ഒഴിവാക്കുക, വേണമെങ്കിൽ കൂടെ താമസിക്കും. ഈ പരിപാടിയിൽ അതാണ് രാഷ്ട്രീയം ബേസിക്കലി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ, അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു എക്സിറ്റ് ഓണർ അവിടെ നടത്തുന്നതെങ്കിൽ അവിടെ താലിബാൻ്റെ ഭരണം ഏൽപ്പിക്കേണ്ടിയിരുന്നു. വേറെ ആരെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ പൊളിച്ചു കളയും. അപ്പോൾ അമേരിക്ക താലിബാനായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി. അന്നപ്പോൾ എങ്ങനെയെങ്കിലാണ് തടിയൂരി പോകുക എന്നുള്ളതായിരുന്നു. പക്ഷെ അന്നേ എനിക്ക് തോന്നിയത് ഒരു എയർബേസ് പോലും വെക്കാതെ തടിയൂരി പോകുന്നത് എത്രത്തോളം ബുദ്ധിപരമാണെന്ന് എനിക്ക് അന്ന് നമുക്ക് തോന്നിയത്. കാരണം എവിടെയെങ്കിലും നമുക്കൊരു ഫുഡ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഇപ്പോൾ നിലനിർത്താൻ പറ്റണം. ഇതവർക്ക് പറ്റിയില്ല. ഇപ്പോൾ അവിടെ അങ്ങനെ ബോധോദയം ഉണ്ടായിരുന്ന അവന്മാരവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട്. മാത്രമല്ല ഈ താലിബാൻ അന്ന് പഴയ താലിബാൻ എയർഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എയർഫോഴ്സും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞാൽ മേഖലയിൽ ഏറ്റവും വലിയ എയർഫോഴ്സ് പാകിസ്ഥാൻ ഇറാനും കഴിഞ്ഞാൽ ഇവരാണ്. തജിക്കിസ്ഥാൻ, തുർക്കിമിനിസ്ഥാനൊക്കെ നല്ല എയർഫോഴ്സാണ് ഇവർ. അപ്പോൾ അവർ കുറച്ച് എംപവേർഡാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ രാജ്യമായിട്ട് ഒരു അംഗീകാരമുണ്ട് ഒഫീഷ്യലായിട്ട്. എന്നുവെച്ചാൽ താലിബാൻ ഭരിക്കുന്ന രാജ്യം എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ അവർക്കുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ ഫോറങ്ങളിലൊക്കെ അവർക്ക് കൂടുതൽ എമേജ് ചെയ്ത് വരണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇന്ത്യ ഒരു മാന്യനായ ഫ്രണ്ടാണ്. ഇന്ത്യക്കാർ വേറെ ആർക്കും അവർക്ക് ശല്യം ഉണ്ടാക്കുന്നില്ല. ഈ പാകിസ്ഥാൻകാരാണ് അവർക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. തിരിച്ചുവിട്ട് അവരാളുകളെ കൊണ്ടുവന്നുണ്ട്. നമുക്ക് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. അല്ല, അഫ്ഗാനികളായിട്ട് നമുക്ക് പ്രശ്നമില്ല. മാത്രമല്ല നമ്മളവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. ഈ പ്രൊജക്റ്റുകൾ നമുക്ക് പ്രത്യേക ഗുണമുണ്ടായിട്ടൊന്നല്ല. നമ്മളൊരു ഒബ്ലിഗേഷൻ്റെ പുറത്ത്, ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻ്റെ പുറത്ത് ചെയ്യുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം എന്ത് ചെയ്താലും അവന്മാർ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു. നമുക്കങ്ങനെ സംഭവമില്ല. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇപ്പോഴത്തെ ഡോവലൊക്കെ ഉള്ളത്. അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. കാരണം നമ്മൾ ചാണക്യൻ്റെ നാടൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അതിൽ വലിയ കളിയല്ല നമുക്കെതിരെ കളിക്കുന്നത്. പാകിസ്ഥാൻ നമ്മുടെ നാട്ടുകാരെ ഉപയോഗിച്ച് നമുക്കെതിരെ കളിക്കുന്നു. ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തം സ്വാധീനിക്കാൻ നോക്കുന്നു. ഇവിടെ ദളിതുകളെ സ്വാധീനിക്കാൻ നോക്കുന്നു. OBC-കാരെ സ്വാധീനിക്കാൻ നോക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് അവർക്കെതിരെ കിട്ടുന്ന ശത്രുവിനെ നമ്മൾ ഉപയോഗിക്കും. ആ ശത്രു അവരുടെ മാത്രമേ പ്രിവിലേജ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രിവിലേജ് അല്ല. നമ്മളുമായിട്ട് കൂടി നല്ല ബന്ധമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡീസൻറ്റ് രാജ്യമാണ്. പ്രശ്നത്തിലൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് വേറെ ലാഭ താല്പര്യങ്ങളൊന്നും ഇതില്ല. നമ്മൾ അത് റെഡി ടു ഡു ദാറ്റ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുസ്ലാമികമായിട്ടുള്ള ഒരു അജണ്ട കൂടുതലുള്ളതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ആ രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രാജ്യമല്ല. സൈനികമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും അവിടെയുള്ള
ഉഗ്യോ എന്നതിന്റെ ഒരു പോയിന്റ്സ് ഉണ്ട്. അവിടെയുള്ള ടർക്കിഷ് മുസ്ലിങ്ങൾ അതിഭീകരമായിട്ടാണ് വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈന. അതിനെതിരെ പാകിസ്ഥാൻ മിണ്ടുന്നില്ല. പിന്നെ അതിനെതിരെ എന്തൊക്കെ പറഞ്ഞ ഇന്ത്യയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചൈനയാണ് അവിടുത്തെ റിസോഴ്സസ് കൊള്ളടിക്കാൻ ശ്രമിക്കുന്ന രാജ്യം. നമുക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാ കാലത്തും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഉത്തരേന്ത്യയിൽ കൂടെ പടയോട്ടം നടന്നപ്പോൾ കുറച്ച് ബന്ധം മോശമായി എന്നല്ലാതെ പൊതുവെ അറബി മുസ്ലിങ്ങളും ഇന്ത്യക്കാരും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ഒരു ഈ മുസ്ലിങ്ങളുടെ ശത്രു ഹിന്ദുക്കളല്ല, അത് കാര്യം അറിയുന്നവർക്ക് അറിയാം. അതുപോലെ ഈ മുസ്ലിങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ത്യയല്ല, അത് അമേരിക്കയും പാകിസ്ഥാനും ഒക്കെയാണ്. മുസ്ലിങ്ങളുടെ ശത്രു എന്ന് വെച്ചാൽ ഹിന്ദു അല്ല, അതും അവർക്കറിയാം. അപ്പോൾ അത് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരത് റിയലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. മാത്രമല്ല അവർക്കിപ്പോൾ അത് ഗുണകരമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഈ പാകിസ്ഥാന്റെ നിലവിലെ ഇനി അവസ്ഥ എന്തായിരിക്കും? അവിടെ ബലൂചിസ്ഥാൻ പ്രശ്നം, അതോടൊപ്പം തന്നെ ഈ താലിബാൻ അടുത്ത പ്രദേശങ്ങളിൽ, അഫ്ഗാനോട് അടുത്ത അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്നം, പാക് അധിനിവേശ കാശ്മീരിൽ പ്രശ്നം, പിന്നീട് ഈ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം, ഇന്ത്യയുടെ സമ്മർദ്ദങ്ങൾ, എന്തായിരിക്കും ഇനി പാകിസ്ഥാൻ സംഭവിക്കാൻ പോകുക? പാകിസ്ഥാനൊന്നും സംഭവിക്കില്ല. അമേരിക്ക ആഗ്രഹിക്കാത്ത കാലത്തോടെ ബലൂചിസ്ഥാനൊന്നും സ്വന്തം രാജ്യമാണെന്നൊന്നും തോന്നുന്നില്ല. അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ആവുള്ളൂ. തൽക്കാലം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ പോളിസി. പാകിസ്ഥാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള അലൈനെ കിട്ടും. ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമേരിക്ക പൈപ്പ് വായിക്കുന്നതിനനുസരിച്ച് ആടുന്ന രാജ്യമല്ല ഇന്ത്യ, പ്രത്യേകിച്ച് BJP, മോഡി. അതവർക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ നടന്നു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തൽക്കാലം പ്രോബ്ലം ഉണ്ടാവില്ല. അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സൗദി അറേബ്യയായിട്ട് വളരെ ഡയറക്റ്റ് ബന്ധമായിപ്പോൾ ആ രീതിയിൽ. പക്ഷേ ഈ സപ്പോർട്ട് പൂർണ്ണമായി തന്നെ വലിയ പിന്തുണയിലേക്ക് മാറിയത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണല്ലോ. അതെന്തായിരിക്കും അതിലെ ഒരു നയതന്ത്രം? അമേരിക്ക വന്ന് നമ്മൾ കേട്ടില്ല. നമ്മൾ അവസാനം ട്രംപ് പറഞ്ഞതേ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ. ആണവ യുദ്ധമാകും, അതുകൊണ്ട് ഒഴിവാക്കണം. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ് അതിന് കാര്യം. പിന്നെ മോഡിയെ ഇപ്പോൾ ട്രംപിന് പേഴ്സണലി ഇഷ്ടമല്ല. മോഡി പണ്ട് അവിടെ പോയപ്പോൾ ട്രംപിനൊന്ന് അപമാനിച്ച് വിട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ബേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് അല്ലേ? അവിടെ പോയിട്ട് മോഡി ഇലക്ഷൻ സമയത്ത് ഒരേ സമയം ട്രംപും ഇവരുമായിട്ട് കമലയുമായിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. കമല ഇത് അവർ ഇന്ത്യക്കാരി ആയതുകൊണ്ട് നേറ്റീവാണ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ട്രംപിനും ക്യാൻസൽ, അതിൻ്റെ ആവശ്യം മോഡിക്ക് ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നതിനനുസരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ മുമ്പ് മോഡി അവിടെ പോയിട്ട് ഹൗഡി മോഡിയൊക്കെ കളിച്ച് അടുത്ത തവണ ട്രംപ് സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടുന്ന് വിമർശിച്ചു. അങ്ങനെ അവിടുത്തെ ആഭ്യന്തര കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് തിരിച്ചടിയാവും. ബൈഡൻ വന്നപ്പോൾ നമുക്ക് കുറച്ച് തിരിച്ചടിയായി. പക്ഷെ മോഡി അങ്ങനെ അതിൻ്റെ പുറത്തായിരിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടല്ല, ബൈഡൻ വന്നപ്പോൾ നമുക്ക് തിരിച്ചടിയായതുകൊണ്ടായിരിക്കാം മോഡി അങ്ങനെ നിലപാടെടുത്തത്. പക്ഷെ അത് ആവശ്യമില്ലായിരുന്നു. അതോടുകൂടി ട്രംപ് വളരെ ഈഗോയിസ്റ്റാണ്. പിന്നെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞേക്കൊന്നും ഞാൻ വിചാരിച്ചു ഇങ്ങനെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരുന്നത്, വിളിക്കാതിരുന്നത്. അത് അംബാനിയെ വിളിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നടുവ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറേ ആളുകൾ ഞങ്ങൾ പണ്ട് താലിബാൻ വിസ്മയാന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി RSSകാർ ഇപ്പോൾ താലിബാൻ ജയ് വിളിക്കുന്നു പറയുന്നത്. ഇവന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണ്? നമ്മുടെ രാജ്യത്തിന് ഗുണം RSS ISS സാധനമാണ് നമ്മൾ ഉപയോഗിക്കും. അത് നമ്മുടെ മിടുക്കാണ്. ഇവന്മാരെന്താ ചെയ്തത്? അവിടെ സ്ത്രീകൾക്കൊക്കെ കുട്ടികൾക്ക് മനുഷ്യാവകാശങ്ങളും നിഷേധിച്ച് അങ്ങേരെ പിന്തിരിപ്പനായിരുന്നൊരു ഭരണകൂടം അവിടെ തിരിച്ചു വരുന്ന സമയത്ത് അത് വിസ്മയമൊന്നുമല്ല, അത് അമേരിക്ക ആയിട്ടുള്ള ഉഡായ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉഡായ്പ് ബന്ധമാണ്. അപ്പോൾ മാത്രമല്ല അത് പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് വിസ്മയം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തെ പിന്നോട്ട് വലിക്കുന്ന കാടത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കാണത്. അന്ന് വിസ്മയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. അതാണ് വിസ്മയം. അന്ന് ഞങ്ങളങ്ങനെ വിസ്മയം അത് ഇന്ത്യ സഖ്യം ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മൾ അവരാവുന്നതല്ല. അവർക്ക് നമ്മളെ കൊണ്ട് കാര്യമുണ്ട്, നമുക്കും അവരെ കൊണ്ട് തൽക്കാലം കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അല്ല അവിടെ അതിപ്പോൾ ഏത് വൃത്തികെട്ടം വന്നാലും നമ്മൾ ബന്ധം ഉണ്ടാക്കും. അന്ന് താലിബാൻ ഭരണം പിടിച്ചിട്ട് അന്നത്തെ കോൺടാക്ട് ആയതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ഡോവലിൻ്റെ പോളിസി ഒന്നല്ല. അപ്പോൾ IS-ന്റെ അണ്ടർന്ന് എങ്ങനെയാണ് നമ്മൾ നെയ്സുമാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്? ഇവന്മാർ പറയുന്ന പോലെ IS ആയിട്ട് ചർച്ച നടത്തിയിട്ട് നടക്കില്ലല്ലോ. ഞാനന്ന് കേട്ടത് ഡോവൽ 2 ദിവസം എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുക, അങ്ങനെയാണ് ഡിപ്ലോമസി വർക്ക് ചെയ്യുക. അത് വിചാരിച്ച് നിങ്ങളെന്തിനാണ് കിടന്ന് തുള്ളുന്നത്? താലിബാന്മാർ കാടന്മാർ തന്നെ, എന്താ സംശയം? പക്ഷെ നമ്മുടെ രാജ്യത്തിൽ കാടന്മാർ ഗുണമാണ് നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മുടെ മിടുക്കാണ്, നമ്മുടെ കഴിവാണ്. അത് നിങ്ങളെ മിടുക്കല്ല. മൊത്തം എത്തിക്കുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.